ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ട്രിപ്പ് 6:30. ഇനിയിപ്പോ കഴിക്കാനും കുടിക്കാനൊക്കെ ഒന്ന് നേരം പോകും. ഉച്ചയ്ക്ക് ഇത്തിരി നേരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ചോറ് കൊടുത്താച്ചാ മതി. പിന്നെ ആ ദല്ലാള് ഗോപാലൻ നായര് വിദ്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചന ഒന്നുകൂടെ ആലോചിച്ചാലോ? അതിപ്പോ കുറച്ചു നാളായില്ലേ പറഞ്ഞിട്ട്. ആ ചെക്കന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? അത് നല്ല ഒരു ആലോചനയായിരുന്നു. ആ ഗോപാലൻ നായരെ കണ്ട് ഒന്ന് ചോദിച്ചു നോക്ക്. വിദ്യ സുഷ്മി അമ്പലത്തിൽ പോയി വന്നിട്ടില്ലല്ലോ? ഇല്ല. പോകാം. ഇന്ന് വിശാഖേട്ടന്റെ വിവാഹ നിശ്ചയ. ചേച്ചിക്ക് വിഷമമുണ്ടോ? ഇല്ല. ചേച്ചിയുടെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടെ? സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് വാചടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ വിശാഖേട്ടന് മനമാറ്റം ഉണ്ടാവുമെന്ന്. ചേച്ചി അയാളെ മനസ്സുകൊണ്ട് മോഹിച്ചെന്നല്ലേ ഉള്ളൂ. സാരില്ല, ഇങ്ങനൊരു ബന്ധം ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചാ മതി. അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും എനിക്ക് വിഷമമാണ്. നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ അച്ഛനും അമ്മയും നാളെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പെൺമക്കൾ ഓരോ ചെറുക്കന്മാരെ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ കുറുപ്പേ. എനിക്കൊന്നേ പറയാനുള്ളൂ. വിശാഖന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെന്ന് കരുതി സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. 1,00,000 രൂപ ഞങ്ങൾക്ക് തീർത്തും കിട്ടണം. ഭൂപണയ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ വായ്പയായിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 20 സെന്റ് ഭൂമി വിൽക്കാനും ഏർപ്പാടാക്കി. അതിന്റെ അച്ചാരും വാങ്ങി. എന്നാലും തികയുന്നില്ലല്ലോ ഭാലു. ആകെ ഉള്ള 50 സെന്റിൽ 20 സെന്റ് ഭൂമിയും വിറ്റ് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ കടവും വാങ്ങി ഈ ഒരു കല്യാണം മാത്രം നടത്തിയാ മതിയോ? താഴെ ഇനി 1-2 കൂടി ഇല്ലേ? ആദ്യം ഇത് നടക്കട്ടെ, പിന്നീടാവാൻ ശേഷമുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്ഥിതി അവർക്ക് അറിഞ്ഞൂടെ? വിശാഖനായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? സംസാരിച്ചു. ഈ കാര്യത്തിൽ അച്ഛനമ്മമാരെ ധിക്കരിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണത്. എനിക്ക് ഈ വിവാഹം വേണ്ടച്ചാ. എന്താ മോളെ? 1,00,000 രൂപ കൊടുത്ത് സ്നേഹം വിലയ്ക്ക് വാങ്ങിക്കാൻ മാത്രം അത്ര പണക്കാരൊന്നും അല്ലല്ലോ നമ്മള്. മോള് മനസ്സിൽ ആഗ്രഹിച്ച കാര്യമല്ലേ, അത് നടക്കട്ടെ. 25,000 രൂപ കുറവല്ലേ ഉള്ളൂ. മോള് വിശാഖനെ കണ്ട് സംസാരിച്ച അവൻ സമ്മതിക്കാതിരിക്കില്ല. എന്ത് പറയാൻ? 25,000 രൂപയ്ക്ക് സ്നേഹം വില കുറച്ച് തരാൻ പറയണോ? എന്നേക്കാൾ എന്റെ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാൾ എനിക്ക് കാണണ്ട. അങ്ങനെയുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. ഇനി വിവാഹത്തിന് വേണ്ടി അച്ഛൻ ആരോടും കടം വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കിത് വേണ്ടച്ച. വിദ്യേ, എത്ര നേരായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം. ഇതുപോലൊരു രാത്രിയിലൂടെ കടന്നു പോന്നവളാ ഞാനും. കരയരുതെന്ന് ഞാൻ പറയില്ല. കരഞ്ഞോളൂ. മനസ്സിന് അല്പം ശാന്തത കിട്ടും. അങ്ങനെ നീ ഇപ്പൊ കേട്ടണ്ട. എന്താണത്? അമ്മേ മോനെ, ഉച്ചയ്ക്ക് വേഗം വരണം. അച്ഛന് ബസ്സിൽ ചോറ് കൊണ്ട് കൊടുക്കാനാ. എന്തൊരു കിടപ്പായത്? എണീറ്റേ, എഴുന്നേക്കാൻ. അപ്പുറത്തെ അമ്മയും ചേച്ചിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്നറിയോ? ഞാൻ പോവാ. ചേച്ചി, ഇന്നാ ഫീസ് അടയ്ക്കേണ്ടത്. നീ കോളേജിൽ നിന്ന് വരുമ്പോ ഒരു പാക്കറ്റ് ബട്ടൺസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം.
ഹലോ വിശാഖൻ സാറേ, എന്താ സാറേ കണ്ടിട്ട് കാണാത്ത പോലെ? എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ബസ് പോവും. ഇപ്പൊ തിരക്കൂടുമെന്ന് എനിക്കറിയാം. നേരത്തെ ഞാൻ വരാൻ വേണ്ടി ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കാറുണ്ടായിരുന്നല്ലോ വിദ്യേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? അത് എത്ര നാള് പുറകെ നടന്നിട്ട് നിങ്ങൾ എന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്തത്? ചേച്ചിയെ കിട്ടിയില്ലെങ്കിൽ ചത്ത കളയുന്നവര് പറഞ്ഞില്ലേ നിങ്ങള്? എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ശരിക്കും മനസ്സിലായി. കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ വേഷമല്ലാതെ പുരുഷത്വത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ലാന്ന്. അതുണ്ടായിരുന്നെങ്കിലേ ഇത്ര നാണം കെട്ട രീതിയിൽ നിങ്ങൾ എന്റെ ചേച്ചിയെടുത്ത് പെരുമാറില്ലായിരുന്നു. എന്റെ അച്ഛനമ്മമാരുടെ താല്പര്യം കൂടി. അച്ഛന്റെ അമ്മയുടെയും താല്പര്യത്തോടു കൂടി അല്ലല്ലോ നിങ്ങൾ എന്റെ ചേച്ചി സ്നേഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് എന്റെ ചേച്ചിയല്ല, പണമാണ്. സുഷമേ, ഞാൻ തന്റെ ഉണ്ടെങ്കിൽ എത്രയോ വഴികൾ കിടക്കും. വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ചേച്ചി ഇറങ്ങി വരുവാന്നല്ലേ നിങ്ങളുടെ കൂടെ? ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് പണത്തിനോട് ആർത്തിയില്ലാത്ത നട്ടിലുള്ള ആണുങ്ങൾക്കേ പറ്റൂ. എന്റെ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ ഷണ്ണന്മാർക്കും മീശ മുളയ്ക്കുമെന്ന്. ഈ വിവാഹം നടക്കില്ലെന്ന് കരുതി വിദ്യേച്ചി ആത്മഹത്യ ചെയ്യുന്നെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചേച്ചി ഒരു പാവായി പോയതുകൊണ്ടാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഈ വിലപേശൽ എന്റെ അടുത്തായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ നിങ്ങളുടെ കൈ പൊങ്ങില്ലായിരുന്നു. സുഷമേ, താൻ പോടോ. കാര്യം ഞാനൊരു വിവാഹ ബ്രോക്കർ ആണെങ്കിലും ഈ കാര്യത്തിൽ എനിക്കൊരു ബ്രോക്കർ ആകാൻ പറ്റില്ല. കാരണം എന്റെ പെങ്ങടെ മോനായി പ്രശാന്തൻ. എന്ന് വെച്ച് ബ്രോക്കർ കമ്മീഷൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ കുറുപ്പേട്ടന്റെ മോളായതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത്. ഞാൻ കുറുപ്പേട്ടൻ ഓടിക്കുന്ന ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയില്ലേ? എന്റെ പെങ്ങടെ മോനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യനെ മഷിട്ട് നോക്കിയാൽ കാണില്ല. ആ പിന്നെ ഈ ഓഫീസില് നല്ലൊരു ജോലിയുണ്ട്. ചെറുക്കൻ ആരൊക്കെ ഉണ്ട്? അമ്മയും രണ്ടനിയന്മാരും ഒരു പെങ്ങളും. അച്ഛനില്ലേ? അതെങ്ങനെ ഉണ്ടാവുക? ആ ഇളയ പെണ്ണ് ജനിച്ചത് 4-ാം കാലിലല്ലേ? 4-ാം കാലിൽ പെണ്ണ് ജനിച്ചാൽ നടപറിക്കും എന്നാണല്ലോ പ്രമാണം. സൂക്ഷ്മം. അവള് ജനിച്ചതോടെ അളിയൻ അങ്ങോട്ട് പോയി. പിന്നെ ചേച്ചി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെയൊക്കെ ഈ നിലയിലാക്കിയത്. ഇത്രയും നല്ല ജോലിയുള്ള ചെറുക്കനാവുമ്പോ നല്ലൊരു തുക ശീതനം ചോദിക്കില്ലേ? 1 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കേണ്ടി വരും. 50,000 മേലുള്ള കാര്യമാണെങ്കിൽ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? കുറുപ്പേട്ടൻ വിഷമിക്കാതിരി. പ്രശാന്തം വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിൽ ചെയ്യാൻ അവൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്ഥിതി എല്ലാം ഗോപാലനർക്ക് അറിയാവുന്നതല്ലേ? താൻ ചെന്ന് ചെറുക്കനോടും വീട്ടുകാരോടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിപ്പോ എന്റെയും കൂടി ഒരു കാര്യമല്ലേ കുറുപ്പേട്ട? ഏതായാലും 2-3 ദിവസത്തിനകം എല്ലാ വിവരങ്ങളും അറിയിക്കാം. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇറങ്ങുക. ഓ ശരി. കേട്ടിടത്തോളം ഇത് നല്ലൊരു ആലോചനയാ. നടന്നാ ഭാഗ്യം. എടീ, ഇത് എന്റെ ഒരു വാശി കൂടെയാ. ആ വിശാഖനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ വേണം എന്റെ മോളെ ഇറക്കി വിടാൻ. എനിക്ക് വേണ്ടി ഇനി ആരും കല്യാണം ആലോചിക്കണ്ട. ചേച്ചിയെ പോലെ സന്യസിക്കാനാണോ നിന്റെ തീരുമാനം? ആരെ ഓർത്തിട്ടാ നിനക്ക് ഇത്ര വിഷമം? കാശിന് വേണ്ടി നിന്നെ തള്ളി പറഞ്ഞ ആ ചെറുക്കനില്ലാത്ത ഉളുപ്പ് നിനക്കെന്തിനാ? കുറെ ദിവസമായല്ലോ മരിച്ച വീട്ടിലെ പോലെ ഊണുറക്കില്ലാതെ ഇരിപ്പ്. ചേച്ചിയെ പോലെ പേരുദോഷം വരുത്തി വെക്കാനാണോ നിന്റെ ഭാവം? ഞാനൊരു ഭാരമാണെങ്കിൽ ഒഴിഞ്ഞേക്കാം. നിക്കടി. അതിനല്ലേ രാപ്പകലില്ലാതെ അധ്വാനിച്ച് നിന്നൊക്കെ വളർത്തി ഇത്ര ആക്കിയത്. എന്റെ കുറ്റം കൊണ്ടാണോ നിന്റെ കല്യാണം നടക്കാൻ? ആരോടാ നിനക്ക് ഇത്ര ദേഷ്യം? എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം. അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. മക്കളെ, നിങ്ങളെല്ലാം കണ്ണു നിറയെ കാണുന്നത് അച്ഛന് സന്തോഷം. ഓരോരുത്തരും സ്വയം മരിച്ചിട്ട് അച്ഛന്റെ ഭാരം കുറയ്ക്കാൻ നോക്കുന്നതിന് മുമ്പ് എന്തിലെങ്കിലും ഇത്തിരി വിഷം ചേർത്ത അച്ഛനിതാ. അതിനേക്കാൾ വലിയ പുണ്യം ചെയ്യാനില്ല. എന്താ നീ ഉറങ്ങിയില്ലേ മോളെ?
അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിലെ സങ്കടം കൊണ്ട്. അച്ഛൻ അറിയാൻ മോളെ നിന്റെ ദുഃഖം. എന്റെ മോള് കഴിഞ്ഞെല്ലാം മറക്ക്. നിങ്ങൾ ആരും അച്ഛനൊരു ഭാരമാവില്ല. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഏത് വിവാഹത്തിനും ഞാൻ സമ്മതിച്ചോളാം. മോള് പോയി കിടന്നു. അച്ഛൻ മോൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് മാത്രം കരുതിയാൽ മതി. വൈകുന്നേരം ചെറുക്കനും കൂട്ടരും വിദ്യ കാണാൻ വീട്ടിലേക്ക് വേണ്ടെന്ന് അമ്മൂടി എന്ന് പറയും. അവര് വരുമ്പോ അച്ഛനുണ്ടാവോ? ആ കറിയാച്ചോണ്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വരാം. അമ്മേ, ചേച്ചിയെ കാണാൻ അവര് വരുന്നുണ്ട്. കുറുപ്പേട്ടനില്ലേ? ഉണ്ട്, വിളിക്കാം. ഇരിക്കണം. ഇരിക്കാം. ദേ ആ ഗോപാലൻ നായർ വന്നിരിക്കുന്നു, ഒന്നിഞ്ഞു വരണം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. ഓ, ഇതാണ് പ്രശാന്തൻ. മനസ്സിലായി. ദേ വിദ്യേച്ച കാണാൻ ആള് വന്നിട്ടുണ്ട്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. നിങ്ങളൊന്ന് നല്ല ചേർച്ചയായിരിക്കും. എന്താ ഇത്ര ആലോചിക്കാനുള്ളേ? എന്നാ വേഗം റെഡിയാവാ. ഈ കാര്യം ഉറച്ചു കഴിഞ്ഞാല് പ്രതിസന്ധിയിലാകുന്നത് പ്രശാന്തനാ. എന്താ? സ്വന്തം അമ്മാവനായതുകൊണ്ട് ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ചെറിയ വിഷമം പ്രശാന്തനുണ്ടാകുമല്ലോ. മരുമോനായാലും ശരി, സ്വന്തം മോനായാലും ശരി, ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഈ തൊഴിൽ ചെയ്യുന്നവരുടെ ഇടയിൽ ഞാൻ ഒരു കരിങ്കാലിയായിട്ട് മാറും. നിനക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. വിദ്യ എന്നല്ലേ പേര്? അതെ. ഏതുവരെ പഠിച്ചു? BSc കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ടൈപ്പും. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ മാറിത്തരാം. അല്ലേ കുറുപ്പേട്ട? വിദ്യക്ക് എന്നെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? എന്നെ ഇഷ്ടമായില്ലെന്നുണ്ടോ? എനിക്കിഷ്ടായി. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിക്കണേ? ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞോ? എന്താ ഇഷ്ടപ്പെട്ടോ? ആ, അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓ, ചേച്ചി കാണാൻ ഇഷ്ടപ്പെട്ടോ? വിശാഖേട്ടന്റെ അത്രയും നല്ലതല്ല. ഒന്ന് പതുക്കെ പറയടി, അപ്പുറത്താളുണ്ട്. മോളെ, മോക്കിഷ്ടായോ? എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഗോപാലനാരെ, 50,000 രൂപ കൂടുതൽ തരാൻ എനിക്ക് കഴിവില്ലാന്ന്. ഇപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചതിലും 25,000 രൂപ കൂടുതലാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കടവും കടപ്പടിയൊക്കെ ആണെങ്കിലും ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാം. ഒരു 10,000 രൂപയും 10 പവന്റെ സ്വർണവും നിശ്ചയത്തിന് തരാം. ബാക്കി 25,000 രൂപ സ്വർണ്ണമായിട്ട് വേണി സ്വർണം, കാശായിട്ട് വേണി കാശ് 6 മാസം കഴിഞ്ഞ് തന്നേക്കാം. ഇനി കല്യാണ ചെലവുകൾ വേറെ നോക്കണം. അല്ല, അതിപ്പോ ഇവന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നണില്ല. പെങ്ങൾ 1 ലക്ഷത്തിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കുക. ഞാനത് മുക്കാലാക്കിയിരിക്കുകയാണ്. അത് 75,000 രൂപ കടം പറഞ്ഞാൽ. ഏതായാലും ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. അമ്മ സമ്മതിക്കായിരിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. സ്ത്രീധനത്തോയ്ക്ക് അവധി പറഞ്ഞിട്ടുള്ള ആലോചനയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരും നല്ല തറവാട്ടുകാരാണ് അമ്മേ. പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. അവധി പറഞ്ഞ സ്ത്രീധനം ഒന്നും തിരിച്ചു കിട്ടിയതായ ചരിത്രമില്ലടാ മോനെ. കുറെ നാളായി ഈ പെണ്ണ് കാണൽ തുടങ്ങിയിട്ട്. നാട്ടുകാരെന്നെ കളിയാക്കി തുടങ്ങി. ചായയും പലഹാരവും കഴിക്കാൻ വേണ്ടി വീട് തോറും കയറിയിറങ്ങി നടക്കാണെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഒരുമാതിരി ഒത്തു വന്നതാ. അപ്പോഴായി സ്ത്രീധനത്തിന്റെ പ്രശ്നം. അമ്മയ്ക്ക് പെണ്ണ് എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ലല്ലോ.
സ്ത്രീധനമാണ് വലുത്. അതേടാ, നിനക്ക് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ടാ ചോദിക്കുന്നത്. ഒരിക്കലേ കിട്ടൂ. പിന്നെ ജീവിതകാലം മുഴുവൻ പെണ്ണിനും അവള് പെറ്റിടുന്ന കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കേണ്ടത് നീയാ. പെണ്ണ് വീട്ടുകാർ ആണ്ടോടാണ്ട് കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് വരികയും പറ്റുന്നില്ല. അമ്മ എന്ത് പറഞ്ഞാലും ശരി, കെട്ടുന്നെങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടു. മോനെ ശാന്ത, അഴകിട്ട് വെച്ചാ ചോറാവൂലടാ, അരി ഇട്ട് വെച്ചാലേ ചോറാവൂ. അമ്മ ഇവിടെ അരിയിട്ട് വെച്ചോണ്ടിരുന്നോ? എനിക്ക് വേണ്ടി ഇനി പെണ്ണ് കാണാൻ വേണ്ട, കല്യാണം ആലോചിക്കാൻ വേണ്ട. ചേട്ടൻ ഇങ്ങനെ ചൂടായാലെങ്ങനെ? ചേട്ടന്റെ സ്ത്രീധനം കെട്ടിട്ട് വേണ്ട ഇവിടെ കെട്ടിച്ചയക്കാൻ. എന്നാലേ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ കെട്ടാൻ പോകുന്നത്. നിനക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് അവളെ കെട്ടിച്ചാ മതി. പ്രദീപേട്ടന് സ്ത്രീധനം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താടാ? അയ്യോ അമ്മേ, അത് വേറെ ലൈനാ. ഇപ്പൊ അമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ എടാ എന്താ കാര്യം പ്രസാദേട്ടാ? അതെ കുണ്ടം ഓടിയപ്പുറത്ത്. ആ, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിച്ചേ. അമ്മേ, ചാന്തേട്ടന് ഭക്ഷണം വേണ്ടെന്ന്. എന്ത് പറ്റി? വയറിന് വല്ല അസുഖമാണോ? വയറിനല്ല അസുഖം, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാത്തതിലുള്ള കെറുവാ. എന്നാ പിന്നെ സ്ത്രീധനം ഒന്നും മേടിക്കാതെ കെട്ടിക്കോട്ടെ. ഒരു ധർമ്മ കല്യാണം നടത്തിയതിന്റെ പുണ്യം കിട്ടുമല്ലോ. അമ്മ എന്താ ഇത്ര വാശി പിടിക്കുന്നത്? ചേട്ടൻ അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? എന്റെ മോൻ നല്ല ഒന്നാന്തരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. എണ്ണിച്ചുട്ട് അപ്പം പോലെ 5-6 കാശ് സ്ത്രീധനം മേടിച്ചോണ്ട് കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോന് വന്നിട്ടില്ലടാ. എന്റെ അമ്മേ, നമ്മൾ ആവശ്യപ്പെട്ട സ്ത്രീധനം അവർ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ബാക്കി 25,000 രൂപ 6 മാസം അവർ തരില്ലേ? ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇതങ്ങ് നടത്തി കൊടുക്കാമേ. അല്ലെങ്കിൽ ഇനി ഇവിടെ ആരെന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും. ദേ ഇപ്പൊ തന്നെ നിരാഹാരം തുടങ്ങിയിരിക്കുക. എടാ ശാന്ത, എഴുന്നേറ്റ് ഊണ് കഴിക്കേ. എടാ എഴുന്നേക്കാൻ. ചേട്ടൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് കൊച്ചുകുട്ടികളെ പോലെ പട്ടിണി കിടന്നാൽ എങ്ങനെ? ഇത് നിസ്സാര കാര്യമാണോ? വിവാഹം എന്നൊക്കെ പറയുന്നത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് അല്ലേ? ഒത്തു കിട്ടുന്നവൻ ഭാഗ്യവാൻ അല്ലേ ചാന്തേട്ടാ? അയ്യോ, ലോകത്ത് ഈ ഒരൊറ്റ സുന്ദരി കോതയല്ലേ ഉള്ളു കെട്ടാൻ. എടാ ദേ, ഇനി അമ്മ കാരണം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണ്ട. പിന്നെ 6 മാസത്തിനകം നിനക്ക് തരാമെന്ന് പറഞ്ഞ 25,000 രൂപ പറഞ്ഞ ദിവസം തന്നെ ഇവിടെ കിട്ടിയിരിക്കണം. അവരത് തരാതിരിക്കില്ല അമ്മേ. സന്തോഷം കണ്ടില്ലേ? എലി പുന്നല് കണ്ട പോലെ.